കാലഘട്ടത്തിൽ മുതിർന്നവർ പറയുന്നത് ചെറുപ്പക്കാർക്ക് മനസ്സിലാകാതെയും ചെറുപ്പക്കാരുടെ ആശയങ്ങളെ മുതിർന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെയും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അകത്തും പുറത്തും ജോലി സ്ഥലങ്ങളിലും സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം ഒത്തിരി പ്രതിസന്ധികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് അസോസിയേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഒരു പൊതുവേദിയിലിരുന്നു കൊണ്ടൊന്ന് ചർച്ച ചെയ്താൽ, ഒത്തിരി ആശയങ്ങളൊന്ന് ഓപ്പണായിട്ട് പറയാൻ സാധിച്ചാൽ അത് ഭംഗിയായിരിക്കും എന്ന ചിന്തയിലാണ് ഇങ്ങനൊരു കാര്യം ക്രമീകരിച്ചത്. എന്നാൽ വെറുതെ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരങ്ങൾ ആളുകൾ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ഇടവകയിൽ തന്നെ സീനിയേഴ്സ് ആയിരിക്കുന്ന 4 പേരടങ്ങുന്ന ഒരു പാനലിനെയും ജൂനിയേഴ്സ് ആയിരിക്കുന്ന 4 പേരടങ്ങുന്ന ഒരു പാനലിനെയും സെലക്ട് ചെയ്ത് ആശയങ്ങൾ ആദ്യം അവർ സംവദിക്കുകയും അതിനുശേഷം ആ ആശയത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓഡിയൻസിലിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ കാര്യത്തോട് സംസാരിക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് സീനിയേഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 4 പേരടങ്ങുന്ന പാനലിനെയാണ്. നമ്മൾക്ക് അറിയാത്തവരായിട്ട് ആരുമില്ല, ഒത്തിരി സുപരിചിതരാണ്. സമൂഹത്തിൽ പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ്. ഒന്നാമതായി ലഫ്റ്റനന്റ് കേണൽ ചാക്കോ തരകൻ. നമ്മുടെ ഇടവകയിലെ തടത്തിൽ കുടുംബാംഗമാണ് അദ്ദേഹം. 40 വർഷക്കാലം ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ പ്രിയപ്പെട്ടവൻ. ഒത്തിരി സംഘർഷഭരിതമായിരിക്കുന്ന ഓപ്പറേഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ വ്യക്തിത്വം. ഓപ്പറേഷൻ ഓർക്കിഡ്, നാഗാലാൻഡ് മണിപ്പൂർ ബേസ് ചെയ്തുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ഓപ്പറേഷൻ പവൻ, ശ്രീലങ്ക അടിസ്ഥാനപ്പെടുത്തി നടന്നതായ ഒരു ഓപ്പറേഷൻ. രക്ഷക്, ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട് നടന്ന ഓപ്പറേഷൻ വിജയ്, കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങൾ. ഇവിടെയെല്ലാം തൻ്റെതായിരിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തനിക്ക് കഴിയാവുന്ന എല്ലാ സംഭാവനകളും സേവനങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നൽകിയ മനുഷ്യൻ ജനറൽ ചാക്കോ തരകൻ. അദ്ദേഹം ഡൽഹി IIT നിന്നും MTechഉം ഡിഫൻസ് ശാസ്ത്രത്തിൽ MSCയും MPhil മാനേജ്മെന്റ് സ്റ്റഡീസും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ MPhilഉം കരസ്ഥമാക്കിയ മനുഷ്യനാണ്. ഇന്ത്യ പ്രസിഡന്റിൽ നിന്നും വിശിഷ്ട സേവാ മെഡലും അതിവിശിഷ്ട സേവാ മെഡലും കരസ്ഥമാക്കിയയാൾ. അതുമാത്രമല്ല, നമ്മളിന്ന് കാണുന്ന ഈ റോട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോം ഗാർഡ്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. ഇന്ന് കേരളത്തിൽ ട്രാഫിക്കുകൾ നിയന്ത്രിക്കുന്ന ഹോം ഗാർഡ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന മനുഷ്യനാണ്. ഇന്ന് നിരവധി സ്ഥലങ്ങളിൽ മിലിറ്ററിക്ക് ക്ലിനിക്കുകൾ കടന്നു വരണമെന്ന ആശയം കൊണ്ടുവന്നയാൾ. ഒത്തിരി പേർക്ക് ജോലി കിട്ടണമെന്ന ചിന്തയിൽ സമൂഹത്തിനും എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒത്തിരി സംഭവ വികാസങ്ങളിലൂടെ സംഘർഷമായിരിക്കുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്ത ലഫ്റ്റനന്റ് ജനറൽ ചാക്കോ തരകൻ, അദ്ദേഹത്തെ സീനിയേഴ്സിൻ്റെ പാനലിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഡോക്ടർ കുഞ്ഞമ്മ ഇബ്രഹാം. നമുക്കറിയാവുന്ന ടീച്ചറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, സമാജത്തിൻ്റെ പ്രയർ മീറ്റിങ്ങിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്നയാളാണ്. നമ്മുടെ ഇടവകയിലെ പൈറ്റുവിള വീട്ടിലെ കുടുംബാംഗമാണ്. 33 വർഷം അധ്യാപന ശുശ്രൂഷയിൽ കഴിവ് തെളിയിച്ച അനേകം കുഞ്ഞുങ്ങളുടെ ഗുരുവാണ് പ്രിയപ്പെട്ട ടീച്ചർ. അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ സംസ്കൃത ശാഖയുടെ HOD-ആയി പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ K. എബ്രഹാം സാറിൻ്റെ പ്രിയപത്നിയായിരിക്കുന്ന ഡോക്ടർ കുഞ്ഞമ്മ ഇബ്രഹാം തലമുറകളെ കണ്ട ഒരു വീട്ടമ്മയായി കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട ടീച്ചറെ വളരെ സന്തോഷത്തോടുകൂടെ ഈ സീനിയേഴ്സിൻ്റെ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫിലിപ്പ് ജോൺ സാർ. അദ്ദേഹം MSc M.Ed വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ആളാണ്. കുഴിമതിക്കാട് ഹയർ സെക്കൻഡറി GSS സ്കൂളിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത സാറ് തൻ്റെ അറിവുകൾ പരിമിതപ്പെടുത്താതെ വീണ്ടും വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കണമെന്ന തീക്ഷ്ണതയോടെ അതൊരു പാഷനായി കണ്ട് വിമല സെൻട്രൽ സ്കൂൾ CBSEയുടെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ കുന്നേൽ ശാഖയിലെ കുടുംബാംഗമാണ്. അതോടൊപ്പം തന്നെ CBSE അഫിലിയേഷൻ ബോർഡ് മെമ്പറായി 5 വർഷക്കാലവും നീറ്റ് ജോയിന്റ് എൻട്രൻസ് എക്സാം ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി 5 വർഷക്കാലവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നമ്മുടെ നാടിന് ലഭിച്ചിട്ടുണ്ട്. 2012-13 കാലഘട്ടങ്ങളിലെ ഇടവകയുടെ സെക്രട്ടറിയുമായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നിരവധി സെമിനാറുകളിൽ പങ്കെടുത്ത പ്രവൃത്തി പരിചയം അദ്ദേഹത്തിനുണ്ട്. തലമുറകളെ കണ്ട
ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. 1979 കേരള യൂണിവേഴ്സിറ്റിയിൽ MSc-യിൽ 3rd റാങ്ക് ഹോൾഡറുമാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോൺ സാർ. സാറിനെ വളരെ സന്തോഷത്തോടെ പ്രായത്തിനപ്പുറം എന്ന ഈ പ്രോഗ്രാമിൻ്റെ സീനിയേഴ്സിൻ്റെ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മറിയാമ്മ ജോൺ, കൊട്ടയ്ക്കകത്ത് കുടുംബാംഗമാണ്. കൊട്ടയ്ക്കകത്ത് ജോൺ സാറിൻ്റെ പ്രിയ പത്നിയാണ് പ്രിയപ്പെട്ട മറിയാമ്മ അമ്മാമ്മ. BSF-ലെ സബ് ഇൻസ്പെക്ടർ ഇൻ സ്റ്റാഫ് നേഴ്സ് എന്ന പൊസിഷനിൽ നിന്നാണ് അമ്മാമ്മ റിട്ടയർഡ് ആയത്. എനിക്ക് ഒത്തിരി ബഹുമാനവും ഒത്തിരി സന്തോഷവും തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം മറ്റൊന്നുമല്ല, നോർത്ത് ഇന്ത്യയിൽ നാഗാലാൻഡ്, ബോംബെ, ബീഹാർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അമ്മാമ്മയുടെ മനസ്സിലുണ്ടായ വലിയൊരു ആശങ്ക ഇപ്പോൾ എന്നോട് പങ്കുവെച്ചത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്ന ഇപ്രകാരമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പള്ളിയില്ല, പട്ടക്കാരില്ല, വിശ്വാസമില്ല, ബൈബിൾ എന്തെന്നറിയില്ല, ദൈവത്തെപ്പറ്റി അറിയില്ല. ഇങ്ങനെയുള്ളൊരു കൂട്ടത്തിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഇതാണ് ദൈവമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ അമ്മ കാണിച്ച വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അത് വളരെ വലുതാണ്. പോലീസിൽ നിന്നും മെറിറ്റോറിയൽ സർവീസിൻ്റെ മെഡലും കരസ്ഥമാക്കി, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിൻ്റെ മെഡൽ കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട അമ്മാമ്മയെ, വിശ്വാസ തീക്ഷ്ണതയിൽ ഉറച്ചു നിൽക്കുന്ന അമ്മാമ്മയെ സീനിയേഴ്സ് ഫോറത്തിൻ്റെ ഈ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വേഗത്തിൽ ജൂനിയേഴ്സിൻ്റെ പാനലിലുള്ളവരെയും നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി ലിജോഷ് ചെറിയാൻ, നമ്മുടെ ഇടവകയിൽ കോട്ടയ്ക്കകത്ത് കുടുംബാംഗമാണ്. ലിജോഷിനെ അറിയാത്ത ആരും തന്നെ ഇല്ല. ഈ പള്ളിയുടെ പുനരുത്ഥാന വേളയിൽ ഇതിൻ്റെ മുകൾ തൊട്ട് അടിവരെയുള്ള സ്ഥലങ്ങളിൽ ഒരണ്ണാൻ മരത്തിൽ കയറുന്ന പോലെ ഓടി നടന്ന് കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുള്ള ആളാണെന്ന് പലരും പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറാണ് അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ ഫേമും അതുപോലെ ജ്വല്ലറിയും ഒക്കെ നടത്തുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അതിലൊക്കെ ഉപരി JCI എന്ന് പറയുന്ന ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന സംഘടനയുടെ കുണ്ട്ര ഭാഗത്തെ സെക്രട്ടറിയായി അനേകം സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ട് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇന്നാളുകളിൽ ലഹരിക്കെതിരെ ഒത്തിരി സ്കൂളുകളിൽ അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒത്തിരി സെമിനാറുകളിൽ, ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, യുവതലമുറയ്ക്കിടയിൽ അദ്ദേഹം ഒരു പ്രചോദനമാണ്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തിയും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒത്തിരി പേർക്ക് ജോലി സാധ്യതകളൊക്കെ കൊടുത്തും അങ്ങനെ ചെറുപ്പക്കാർ വെറുതെ ഇരിക്കുന്നത് നല്ലതല്ലെന്നുള്ള ബോധ്യം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു യുവ സംരംഭകൻ. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ഈ പ്രായത്തിനപ്പുറം എന്ന ജൂനിയേഴ്സിൻ്റെ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സിനി ജോർജ്, നമ്മുടെ ഇടവകയിലെ പടവിള കുടുംബത്തിലെ പ്രിയപ്പെട്ട സാജൻ ചേട്ടൻ്റെ പ്രിയ പത്നിയാണ് സിനി ജോർജ്. 17 വർഷം ട്രെയിനിങ് രംഗത്ത് മാസ്റ്റർ ട്രെയിനറായി സജീവമായി അദ്ദേഹം നിലനിൽക്കുകയാണ്. കേരള നോളജ് എക്കണോമി മിഷൻ്റെ ഭാഗമായി ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന വിവിധ പ്രോഗ്രാമുകളുടെ ട്രെയിനറായി പ്രിയപ്പെട്ട സിനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൗൺസിലിംഗ് രംഗത്ത് വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളയാളാണ്. ഇതിനോടകം 500-ലധികം സെഷൻസും അതുപോലെ 7000-ലധികം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടതായ പ്രവൃത്തി മേഖല യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നാളെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ +2 കഴിഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റുപോവുകയോ നിരാശ മൂലം പഠനം മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോവുകയോ ഞാൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നത് നല്ലതല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കിടയിൽ നിനക്ക് ജീവിതം ബാക്കിയുണ്ട് എന്ന വലിയൊരു മോട്ടിവേഷൻ നൽകുന്ന മനോഹരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന 17 വർഷത്തെ പാരമ്പര്യം ഈ മേഖലയിലുള്ള പ്രിയപ്പെട്ട സിനിയെ വളരെ സന്തോഷത്തോടു കൂടി ഈ ജൂനിയേഴ്സിൻ്റെ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എബിൻ ജോൺ സൈമൺ, അദ്ദേഹം നമ്മുടെ കുടുംബത്തിലെ വാഴപ്പള്ളി കുടുംബത്തിലെ VY സൈമണിൻ്റെ മകനാണ്. എബി ജോൺ സൈമൺ BA ജേർണലിസത്തിൽ അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി MA ജേർണലിസം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കൊട്ടാരക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ FM 90 അതിലെ റേഡിയോ ജോക്കിയായി അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ശ്രവണ മാധ്യമത്തിലൂടെ അനേകരുടെ ചെവിയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് ഇന്നാളുകളിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ചെറുപ്പക്കാരനായ എബി ജോണിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അമിത കോശി, കുന്നേൽ കുടുംബത്തിലെ G കുഞ്ഞു കോശിയുടെയും ലിസി കോശിയുടെയും മകളാണ് അമിത കോശി. അമിതയെ എല്ലാവർക്കും അറിയാം. സൺഡേ സ്കൂൾ ടീച്ചറായി, VBSൻ്റെ കോർഡിനേറ്ററായി എല്ലാ മേഖലകളിലും വളരെ വ്യക്തതയോടെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന യുവതികൾക്കിടയിലെ നിറസാന്നിധ്യമാണ് അമിത കോശി. MSc മാത്സ് കഴിഞ്ഞ് B.Edന് പോകുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ
അനേകം കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനും എടുത്ത് തൻ്റെ വിദ്യയൊക്കെ പകർന്നു കൊടുക്കുന്ന മനോഹരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പങ്കുവയ്ക്കുവാൻ, യുവതികളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാൻ, യുവാക്കന്മാരുടെ ഇടയിലുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ ജൂനിയേഴ്സിൻ്റെ പാനലിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി അമിത കോശിയെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണ്. എന്നാൽ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഈ സമയത്ത് തന്നെ നിങ്ങളോട് പങ്കുവെക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയം കളയാതെ തന്നെ നമുക്ക് ഈ പാനൽ ഡിസ്കഷനിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ, ചർച്ചകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ്. ഞങ്ങളുമായി ആലോചിച്ച് തീരുമാനിച്ച ചോദ്യങ്ങളാകാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ ഈ കാര്യത്തെ മാറ്റിവെച്ചിരിക്കുക. ഒന്നാമത്തെ ടോപ്പിക് ആധുനിക ലോകത്തിൻ്റെ ശാസ്ത്ര വളർച്ചയും പഴയ തലമുറയുടെ അനുഭവ സമ്പത്തും വിവേകവും എന്നതാണ് ഈ ടോപ്പിക്കിൻ്റെ ഹെഡിങ്. വെറുതെ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ വൈഡായിരിക്കുന്നൊരു സബ്ജക്റ്റാണ്. ചർച്ച ചെയ്ത് പോയാൽ മണിക്കൂറിൽ എടുക്കേണ്ട ഒരു ചർച്ച 2 സബ് ടോപ്പിക്കായി നമ്മളിതിനെ തിരിച്ചിട്ടുണ്ട്. ആ 2 സബ് ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പങ്കുവയ്ക്കുക. ഇന്നത്തെ ശാസ്ത്ര ലോകത്തിൻ്റെ വളർച്ചയിൽ ജൂനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു ചോദ്യമുണ്ട്. അത് ഇന്ന് ജൂനിയേഴ്സ് ഇവിടെ ഉന്നയിക്കുകയാണ്. അതിന് മറുപടിയായി സീനിയേഴ്സിൻ്റെ ആശങ്കകളാണ് ഇവിടെ പങ്കുവെച്ച് ആരംഭിക്കുക. സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രിയപ്പെട്ട ലഫ്റ്റനന്റ് മേജർ അദ്ദേഹമാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുക. ജൂനിയേഴ്സിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ന്യായമായതല്ലേ? ശാസ്ത്ര ലോകത്തിൻ്റെ വളർച്ച ഇത്രയധികം വളർന്നപ്പോൾ, വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് മുതിർന്നവരുടെ ഉപദേശം? മുതിർന്നവർ ഞങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾക്കെല്ലാം വിരൽത്തുമ്പിലുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്ത ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്ന് ജൂനിയേഴ്സ് മുമ്പിലേക്ക് വയ്ക്കുക. നമ്മുടെ സീനിയേഴ്സിൻ്റെ പാനലിൽ നിന്നും ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് ജനറൽ ചാക്കോ സാറ് സംസാരിച്ച് ആരംഭിക്കുകയാണ്. 5 മിനിറ്റ് സമയമാണ് സാറിന് അനുവദിക്കുക. സാറിൻ്റെ 5 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ജൂനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും 5 മിനിറ്റ് സംസാരിക്കാം. ഇവർ 2 പേരും വീണ്ടും ഒരു 5 മിനിറ്റ് സമയം പൊതുവിൽ കൊടുക്കുമ്പോൾ ആ വിഷയങ്ങളെ ഇവർ തന്നെ ഡിബേറ്റ് ചെയ്യും. അങ്ങനെ 15 മിനിറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ ഓഡിയൻസിന് സമയം അനുവദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ആശയങ്ങളും പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ആശയങ്ങൾ വ്യക്തമായെന്ന് വളരെ സന്തോഷത്തോടെ ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബോധ്യം കിട്ടും. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാറ് സംസാരിക്കാം. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ഒരു കാര്യം പ്രധാനപ്പെട്ടതെന്ന് പറയാൻ വിട്ടുപോയി. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ പുകവലിക്കുന്ന രംഗം വന്ന, മദ്യപിക്കുന്ന രംഗം വന്ന, വണ്ടി ഓടിക്കുന്ന രംഗം വന്ന അതിൻ്റെ താഴെ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കും. പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം, മദ്യപിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം, വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ധരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിനൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്. ഈ കുടുംബത്തെയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവരൊരു വിഷയത്തെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നത് ഇവരുടെ കുടുംബത്തിലെ വിഷയമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, അനേകരെ കണ്ടു പരിചയമുള്ളവർ, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് സംസാരിക്കുന്നതാണ്. ഓഡിയൻസും സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ നിൽക്കുന്ന ഞാനടക്കം സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു ചർച്ച അവസാനിച്ച് കഴിയുമ്പോൾ അവൻ്റെ വീട്ടിൽ അങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത ആർക്കും വരരുത് എന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. ഇത് ആരോഗ്യപരമായിരിക്കുന്ന ചർച്ചയായി തീരട്ടെ. സാറിന് സംസാരിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി.
ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ഗീവർഗീസ് രഗനച്ചൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സദസ്സിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞു മക്കളെ, ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ആദ്യത്തെ സ്പീക്കർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താണ് ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ആണ് അതിനകത്തെ കാര്യം? ഓരോ ജനറേഷനും അവരുടെ വിശ്വാസങ്ങളിലും താല്പര്യങ്ങളിലും അഭിപ്രായങ്ങളിലും പ്രവൃത്തികളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ മൂല കാരണം? ഈ ജനറേഷൻസ് വളർന്ന വ്യത്യസ്തമായ പരിസ്ഥിതിയാണ്. ഇതിൽ ഒന്ന് രണ്ട് കാര്യം ഈ ടോപ്പിക്കുമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ആശയവിനിമയം. എന്താണ് ഈ രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഡിഫറൻസ്? പഴയ ജനറേഷൻ മുഖാമുഖം മീറ്റിങ്ങുകൾ, ഫോൺ, വീഡിയോ കോളുകൾ എന്നിവ പ്രിഫർ ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മളെല്ലാം അതാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ യുവതലമുറ ടെക്സ്റ്റിങ്ങും സോഷ്യൽ മീഡിയയും അതിലുള്ള ഇടപെടലുകളും ഇഷ്ടപ്പെടുന്നു. മനോഭാവം, യുവതലമുറയുടെ മനോഭാവം ചിൽ ആൻഡ് കെയർ ഫ്രീ. നമ്മുടെ സീനിയേഴ്സ്, പഴയ തലമുറ ഗൗരവകാരികളാണ്. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലും എല്ലാത്തിലും നമ്മൾ രണ്ട് തലമുറയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. 1980-കളിൽ ലോകം വലിയ മാറ്റത്തിന് വിധേയമായി. താരതമ്യേന സമാധാനപരമായ ഒരു അന്തരീക്ഷവും ദ്രുതഗതിയിലുള്ള ശാസ്ത്രീയവും സാങ്കേതികവുമായ പുരോഗതി ഇത് സാധ്യമാക്കി. വർദ്ധിച്ച ഡിജിറ്റൽ സാക്ഷരതയും നവീന ഗാഡ്ജറ്റുകളുടെ ലഭ്യതയും ഡിജിറ്റൽ ഡിവൈഡ് ഈ തലമുറകൾ തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസ അവസരങ്ങൾ ക്രമാതീതമായി വികസിച്ചു. അത് കാരണം തൊഴിലവസരങ്ങളും വർദ്ധിച്ചു. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകിയതോടെ സ്ത്രീകൾക്കും വലിയ തോതിൽ ജോലി ലഭ്യമായി. ഇത് കുടുംബജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാക്കുന്നു. യുവതലമുറയോട് സാമൂഹ്യമായി പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർവവ്യാപിയായ സോഷ്യൽ മീഡിയയിലും മറ്റ് ആധുനിക ആശയവിനിമയ മാർഗങ്ങളിലൂടെയും വർദ്ധിച്ച പിയർ ഗ്രൂപ്പ് സ്വാധീനം, ഇത് തൽക്ഷണ സംതൃപ്തി, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ജനറേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സിൻഡ്രോം പ്രകടമാക്കുന്നു. സമൂഹത്തെ സൃഷ്ടിക്കുക, പുതിയൊരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ജനറേഷൻ. ഈസോപ്സ് ഫേബിൾസ്, ഈസോപ്സിന്റെ കെട്ടുകഥ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചാണ്. സ്വർണ്ണമുട്ടയിടുന്ന താറാവിൻ്റെ കഥ നിങ്ങളുടെ അറിവിനായിട്ട് വളരെ ബ്രീഫായിട്ട് ഞാൻ പറയാം. ഒരു കർഷകന് നല്ലൊരു താറാവുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ ചെന്ന് നോക്കിയപ്പോൾ അതൊരു സ്വർണ്ണമുട്ട ഇട്ടിരിക്കുന്നു. അയാൾ വിചാരിച്ച് ഇതൊരു മായമാണ്, ഇത് ചുമ്മാതാ. പിറ്റേ ദിവസം നോക്കിയപ്പം പിന്നെ ഒരു സ്വർണ്ണമുട്ട. അപ്പോൾ ആ സ്വർണ്ണമുട്ട സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്തപ്പം ഇറ്റ്സ് മുഴുക്ക സ്വർണ്ണമാണ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു വളരെ നല്ലത്. അങ്ങനെ ഈ സ്വർണ്ണമുട്ട എല്ലാ ദിവസവും ഈ താറാവ് ഇടാൻ തുടങ്ങി. അങ്ങനെ അത് വിറ്റ് അയാൾ ധനവാനായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, എന്തിനാ ഈ ഓരോരോ മുട്ട മാത്രം കിട്ടുന്നത്? ഒറ്റയടിക്ക് എനിക്ക് എല്ലാ മുട്ടയും കിട്ടിയാലും ഞാൻ ഇതിനെക്കാട്ടിയും വലിയ പദവിയിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അയാൾ വിചാരിച്ചു, ഈ താറാവിനെ നമുക്കൊന്ന് കീറി മുറിച്ച് നോക്കി എല്ലാ മുട്ടയും എടുക്കാം. അപ്പോൾ ഞാൻ ഒരുമിച്ച് ഒറ്റ ഒടിക്ക് ധനവാനാകാം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ജനറേഷൻ. അതുകൊണ്ട്
ഈ ഇൻസ്റ്റന്റ് ജനറേഷൻ എങ്ങനെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വൈകാരിക ക്ഷേമത്തിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്താണ്? ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വൈകാരിക ക്ഷേമത്തിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്താണ്? രണ്ടാമത്, നമ്മളെല്ലാവരും ജീവിതത്തിൽ 3 അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആശ്രിതം, ഡിപ്പെൻഡൻറ്റ്. ആദ്യത്തെ അവസ്ഥ കൊച്ചുകുട്ടികളായിരിക്കും. നമ്മളെ വളരെ വാത്സല്യത്തോടെ നമ്മുടെ മാതാപിതാക്കൾ വളർത്തുന്നു, നമ്മൾ അവരെ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് ഡിപ്പെൻഡൻറ്റ്, ആശ്രിത ജീവിതം. അത് കഴിയുമ്പോൾ രണ്ടാമത്തതാണ് സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റായി നമ്മൾ ജോലി വാങ്ങിക്കുന്നു, കല്യാണം കഴിക്കുന്നു, എല്ലാം നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുന്നു. മൂന്നാമത്തെ അവസ്ഥയിലാണ് ഈ സീനിയേഴ്സ്, പരസ്പരാശ്രിതം, ഇന്റർഡിപെൻഡൻറ്റ്. പരസ്പരാശ്രിതം, ഇന്റർഡിപെൻഡൻറ്റ്. ഈ മാതാപിതാക്കളെല്ലാം പരസ്പര ആശ്രിതത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് സീനിയർ ജനറേഷൻ. മറ്റേ ജനറേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ മാതാപിതാക്കളുടെ പരസ്പരാശ്രിത സ്റ്റേജിൽ പതിവായ ആശയവിനിമയത്തിന് ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കാം. പതിവ് വീഡിയോ കോളുകൾ, എല്ലാ കുടുംബാംഗങ്ങളുമായി പ്രത്യേക അവസരങ്ങൾ, സൂം മീറ്റിങ്ങുകൾ, അവരുടെ ബർത്ത്ഡേ, ആനിവേഴ്സറി, അതിനകത്ത് എല്ലാ കുടുംബാംഗങ്ങളും ഏത് സ്ഥലത്തായാലും ഇന്ന് നമുക്ക് കോൺഫറൻസ് കോൾ, സൂം വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടും. ഇത് മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യും. പക്ഷേ നമ്മൾ ഇന്ന് എന്താ കാണുന്നത്? ബർത്ത്ഡേ ആണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരും, HBD. എന്തോന്നറിയാമോ? ഹാപ്പി ബർത്ത്ഡേ. ആ പയ്യന് ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്ന് പോലും എഴുതാനുള്ള സമയമില്ല, നേരെ HBD അടിക്കുക. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇപ്പം ഒന്നീ നമ്മൾ ഇഗ്നോർ ചെയ്ത ഉടനെ ഞാൻ പറയും, പപ്പ വാട്ട്സ് ഹാപ്പൻ ടു യു, വൈ യു നോട്ട് റിപ്ലൈ ടു മൈ മെസ്സേജ്? എന്തുകൊണ്ട് നിങ്ങൾ റിപ്ലൈ ചെയ്തില്ല? എന്നാൽ ശരി, T അടിക്കുക, അല്ലെങ്കിൽ ഇമോജി അടിക്കുക. പപ്പ യു ഡിഡ്ന്റ് റിപ്ലൈ പ്രോപ്പർലി. പക്ഷേ ഈ ഡസൻ റിയലൈസ് ഈ പപ്പായ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുകയോ ഒരു വീഡിയോ കോൾ ചെയ്യുകയോ, അതാണ് പുതിയ ഓൾഡർ ജനറേഷന് ഇഷ്ടം. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ഈ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് പുതിയ തലമുറ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് രണ്ടാമത്തത്. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ പുതിയ തലമുറ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? തുറന്ന ആശയവിനിമയം, പരസ്പര ബഹുമാനം, സന്തോഷകരമായ കുടുംബജീവിതം എന്നിവ ജനറേഷൻ ഗ്യാപ്പ് ഫലപ്രദമായി നികത്തും. സന്തോഷകരമായ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്ന ഒരു പ്രാർത്ഥനാ നിർഭയമായ ക്രിസ്തീയ കുടുംബം ഒരിക്കലും ജനറേഷൻ ഗ്യാപ്പിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നില്ല. ഇതാണ് എൻ്റെ വ്യൂസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ പേഷ്യൻ്റ്ലി. താങ്ക് യു. സാർ പങ്കുവച്ചതായ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ അത് ജൂനിയേഴ്സിനോട് അവർ ചോദിച്ചു വെച്ചിരിക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ വൈകാരികമായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വിലയില്ലേ? ഈ ടെക്നോളജി വൈകാരികമായിരിക്കുന്ന ബന്ധങ്ങൾക്കോ കൂട്ടിച്ചേർക്കലിനോ ഒരുമിച്ചിരിക്കാനുള്ള സാധ്യതകളോ തരുന്ന സാധ്യതകൾ യുവതികൾ, യുവജനങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ പരാതി. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിനേക്കാൾ ഉപരിയായി ഒരുമിച്ചുള്ളതായിരിക്കുന്ന സങ്കല്പമല്ലേ നല്ലത്, അത് ടെക്നോളജി തരുന്നില്ല എന്നുള്ളതാണ് സാറിൻ്റെ ഭാഗത്തുള്ളൊരു ചോദ്യം. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് എങ്ങനെ നിങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും? ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് സംസാരിക്കാം. വേറെ വലിയ തുടക്കത്തിൽ 2-3 ചർച്ചയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് എല്ലാവർക്കും കാണാം. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്നവരത് കാണാൻ കഴിയുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട്. പറയൂ. 5 മിനിറ്റ് സമയമാണ്. സമയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പം നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങളിലും നമുക്ക് എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പം ഓൾഡർ ജനറേഷനിൽ നോക്കുവാണെങ്കിൽ ഉള്ളിലൊരു പേടി എപ്പോഴും യങ്ങർ ജനറേഷൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഒരു കാര്യം പറയുമ്പം എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് അത് ദേഷ്യമാണോ അതോ
അടിക്കാനുള്ള പുറപ്പാടാണോ എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടത്തില്ല. അപ്പം ആ ഒരു പേടി ഉള്ളിലുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പൊതുവെ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ പറ്റി ചോദിച്ചിരുന്നല്ലോ. അപ്പം എല്ലാ യങ്സ്റ്റേഴ്സും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ അത് ആ സംഭവം ചെയ്യുന്നുണ്ടെന്നല്ല, ഉണ്ട്. ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് വെച്ചാൽ എന്തു വേണം ഒരു ലൈക്സ് ഷെയർ സബ്സ്ക്രൈബിന് വേണ്ടി എന്തു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് പേരുണ്ട്. ബട്ട് ബാക്കിയുള്ളൊരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ചെയ്യണം എന്നില്ല, അങ്ങനെ ചെയ്യാത്തവരുമാണ്. അപ്പം എല്ലാ യങ്സ്റ്റേഴ്സും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവരല്ല. ഓക്കെ, അതിനെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ 2-3 മിനിറ്റോടെ ബാക്കിയുണ്ട്. എബി പറഞ്ഞു വെച്ചത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കേണ്ട എന്നാണോ ഈ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം? അതെ, മൊത്തത്തിൽ എന്നാലും അതിനകത്തൊരു സത്യം ഉണ്ടെന്ന് സമ്മതിക്കണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ സാറ് പറഞ്ഞതിൽ പകുതി കാര്യം സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതിക്കുകയാണ്. അതെ, ശരിയാണല്ലോ. എങ്കിൽ അതിനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും ആ കൂട്ടത്തിൽ ഈ 2 മിനിറ്റ് ഒന്ന് പൂർത്തീകരിക്കാൻ സാധിക്കാം? അതെ, നമ്മൾ ഏതൊരു കാലത്തിലും വന്ന് പോയിട്ടുള്ള മാറ്റങ്ങളെ എന്നും നെഗറ്റീവായിട്ടേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് കറണ്ട് വന്നപ്പോഴും ഈ പറഞ്ഞ അധിക്ഷേപങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ലൈൻ കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് കാക്കകൾ ചത്തൊടുങ്ങുന്നു എന്നൊരു പരാതിയും അന്ന് വാർത്തകളിൽ വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് മാറ്റങ്ങൾ വന്നാലും തുടക്കത്തിലോ കുറച്ച് കാലവും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിത്തിരി ബുദ്ധിമുട്ട് മനുഷ്യർക്കുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾ ആ മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. എല്ലാ കാലത്തും എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. പഴഞ്ചൊല്ലുകൾ പറയാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് പറയാം. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും 2 സൈഡ് ഉണ്ടാവും. ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു സത്യമാണെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് പലതരത്തിലുമുള്ള മെസ്സേജുകളെ വ്യാപിപ്പിക്കാനും കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കാനും ഇത് സഹായിച്ചിട്ടുണ്ട്. കൃത്യമായ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് യങ്സ്റ്റേഴ്സ്. അതുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അടച്ചാക്ഷേപിച്ചതല്ല ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ? വി ആർ ഓൾസോ ഈക്വലി കോമ്പിറ്റൻറ്റ്. ഞങ്ങളും 1980s ഈ ഇതെല്ലാം വരുന്ന സമയത്ത് വി വർ യൂത്ത്, വെരി കോമ്പിറ്റൻറ്റ് ടു യൂസ് ഓൾ ദിസ്. പക്ഷെ നിങ്ങൾ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? ഈ നമ്മുടെ ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? HBD അടിക്കുന്നത് എന്തിനാ? HBD എന്നുള്ളത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ സാറേ, അത് മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിതത്തിൽ കുട്ടികളെ വളർത്തി വരുന്ന സാഹചര്യമാണ് അവളെ തിരിച്ച്, അതായത് നമ്മൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളർത്തിക്കൊണ്ട് വരുന്ന ഒരു യുവതലമുറ അവരെന്തുകൊണ്ട് സാറ് പറയുന്നു ഒരു വീഡിയോ കോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താ ഒരു ഹാപ്പി ബർത്ത്ഡേ വിളിച്ച് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് വളർത്തിവിട്ട കുട്ടികളാണ്, മറ്റുള്ളവർ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം, എന്ത് പോരായ്മ കൊണ്ടാണ്, എന്ത് ഡ്രോബാക്കുകൾ കൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് മാറിയത്, അവരെന്തുകൊണ്ട് ഇപ്പോഴത്തെ ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നു. സാറ് പറഞ്ഞ പ്രധാനമായിട്ട് ഇവിടുന്ന് വിദേശത്തോ മറ്റു രാജ്യങ്ങളിലേക്കോ പോയി ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അവരുടെ സമയം കൂടുതലായി അവരുടെ ഫാമിലിയോടൊത്ത് ചിലവഴിക്കാനും അവരുടെ കൂട്ടുകാരോടൊത്ത് ചിലവഴിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് അവരുടെ പേരൻസിനെ അവർ ഉറക്കണമെന്നില്ല. അവരൊരു ഷെഡ്യൂൾ, ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച, ഗൾഫിലുള്ളവരാണെങ്കിൽ വെള്ളിയാഴ്ച, അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ വേറൊരു ടൈം, അങ്ങനെ പല ടൈം ബീയിങ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ജോലി സാഹചര്യം ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ വിദേശത്ത് 12-14 മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങളോട് മനസ്സിലാക്കി വേണം നമ്മൾ പല കാര്യങ്ങളും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടാവും, അവർ ഫ്രീ ടൈം കിട്ടുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിക്കാനോ ഉള്ള ടൈമല്ല. കാരണം സീനിയേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് 24 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. യുവതലമുറയ്ക്ക് ഇന്നും ഇല്ലാത്തതും സമയമില്ല. എല്ലാ യുവജനങ്ങളും പറയുന്നത് അവർക്ക് 24 മണിക്കൂർ തികയുന്നില്ല. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പിന്നീട് എൻ്റെ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയാം. അപ്പോൾ അവർക്ക് സമയത്തിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ പ്രായം കഴിഞ്ഞു, നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞു, ഇപ്പം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സമയം കൂടുതലായതുകൊണ്ട് അവർക്ക് ഇല്ലാത്തത് സമയമാണ്.
അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ അവർക്ക് കടന്നു അല്ല, വരാത്തത്. അതിനകത്തൊരു ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ശാസ്ത്ര ലോകത്തിൻ്റെ വളർച്ചയും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൈയുടെ വിരൽത്തുമ്പിൽ ഉള്ളപ്പോൾ മുതിർന്നവരെ മൊത്തത്തിൽ അവഗണിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? മൊത്തത്തിൽ അവഗണിക്കുന്നു എന്നല്ല, സാറ് പറഞ്ഞത് എന്തുകൊണ്ട് അവർക്ക് വീഡിയോ കോൾ ചെയ്യാം, എന്തുകൊണ്ട് ചെയ്യാം. അപ്പൊ ഒരു കുടുംബത്തിലെ സാർ കാര്യം ഉദ്ദേശിച്ച ശാസ്ത്ര ലോകത്തിന്റെ വളർച്ച നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, സാധ്യതകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ഏത് ടെക്നോളജിയാണ് യുവതലമുറ ഉപയോഗിക്കാത്തത്? സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു, HPD എന്ന് പകരം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്തോഷം തോന്നില്ലേ? എന്റെ മകൻ എന്നെ കരുതി എന്നൊരു തോന്നലുണ്ടാവില്ലേ? അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ എൻ്റെ സമയത്ത് ഈ മൊബൈലിന്റെ തുടക്ക സമയത്ത് മൊബൈൽ വാങ്ങിയ ഒരു വ്യക്തിയാണ്. അന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്താൽ ഞാൻ അയച്ചിരുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് അടുത്ത തലമുറ എനിക്ക് അയക്കുന്ന HPD ആണ്. അപ്പോൾ അത് ഷോർട്ട് ടൈം ചെയ്തതാണ്, അത് ലഘൂകരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ ജോലി കേക്കിന്റെ പടം മാത്രമായി. സാറേ, അവർ പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ പുതിയ ജനറേഷൻ എത്രയോ മണിക്കൂറുകളാണ് ഫേസ്ബുക്കിലും മറ്റേതിലും ഉപയോഗിക്കുന്നത്. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എത്രയോ മണിക്കൂറുകളും നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുകയാണ്, മോളെ പോയി പഠിക്കുക, മോനെ പോയി പഠിക്കുക, ഒരു നിമിഷം നിങ്ങൾ ഇത് അടച്ചു വെക്കുക. ഒരു റൂമിനകത്ത് കയറി കഥ അടച്ചിട്ട് മമ്മി ഐ എം വർക്കിംഗ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് വാട്സാപ്പില് എല്ലാം വായിക്കുക. എത്ര പേര് ഇപ്പം നിന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്? ആരും വായിക്കുന്നില്ല. എല്ലാം why you want to read newspaper? You can read. ഇതിന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഏതൊരു അമ്മയും അച്ഛനുമാണ് കുട്ടികൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്. ആദ്യമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരു അമ്മയും അച്ഛനും ഈ ഉപയോഗിക്കുന്ന എങ്ങനെ ഉപയോഗിക്കണമെന്ന് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു കൊച്ച് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായാലും കുഞ്ഞു കൊച്ചിന് വരെ എന്തുണ്ട്, ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക് കഴിക്കണമെങ്കിൽ പോലും ഫോൺ വേണം. അപ്പം എന്നാൽ ആ സമയത്ത് അവൻ്റെ കൂടെ അതിന് പറഞ്ഞും കൂടെ കൊടുക്കണം, മോനെ ഈ ഫോണിന് 2 വശമുണ്ട്, നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന തീർച്ചയായിട്ടും പേരൻസ് കുറവാണ്. അപ്പൊ മക്കളെ വഷളാക്കിയത് കാരണവന്മാരാണ്, അങ്ങനെയാണോ? ഒരു ലിജോയ്സ് പറഞ്ഞ ഒരു കാര്യത്തോടെ വ്യക്തമാക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾ 12 മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഐ അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ ഈ 12 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മണിക്കൂർ പിന്നെയും ഉണ്ട്. ആ സമയത്ത് പേരൻസിൻ്റെ ഒരു ഹായ് പറയാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺവെർസേഷൻ കൊടുക്കാനോ നിങ്ങൾക്ക് ഇടാം. പിന്നീട് സമയം കിട്ടുമ്പോൾ ഞങ്ങളത് വായിക്കും. ഒന്നത് അതിന് മെനക്കെടാറില്ല എന്നുള്ളതാണ്. 2, ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രസന്റ് ജനറേഷൻ ആൻഡ് ദി ഓൾഡ് ജനറേഷൻ. വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണിത്. പുതിയ ജനറേഷന് ഒരു ചിന്താഗതിയുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾ എല്ലാത്തിനും അതീതമാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി വളരെ തെറ്റായ അബദ്ധജടിലമായ ചിന്താഗതി. സാറേ, നമുക്ക് ഇപ്പൊ പാനൽ ചർച്ച ഒന്ന് അവസാനിപ്പിക്കാം. നമുക്ക് ഓഡിയൻസിലേക്കാണ്, അവര് ഭയങ്കര തീക്ഷ്ണമായിട്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറയാൻ മനഃപൂർവ്വമായി പറയുന്നത്. ഇവിടെ നമുക്ക് ആരംഭിക്കാം. തരാം മയക്കാറ് പറയും. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ 12 മണിക്കൂർ 14 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണെന്ന്. ഇന്നത്തെ തലമുറയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ അമ്മ കൂടുണ്ട്, പ്ലസ് വേലക്കാരിയുണ്ട്. നിങ്ങൾക്ക് അതെല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. ഞങ്ങളന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളും അതുപോലെ ദൂരെ യാത്ര ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് വേലക്കാരില്ല, നോക്കാൻ അമ്മമാരില്ല കൂടെ. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബേബി സിറ്റിങ്ങിലും അവിടെയും ഇവിടെയും ആക്കിക്കൊണ്ട് 8 മണിക്കൂറല്ല, ഞങ്ങൾ അത് 16 മണിക്കൂറും വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ നിലയിൽ എത്തിയത്. ഓക്കെ, അവിടെ ഒരാൾ എഴുന്നേറ്റ് മറുപടി പറയണ്ടേ? പറയാം. നമുക്ക് അവരെ മൊത്തത്തിൽ കേട്ടിട്ട്, ഓഡിയൻസിനെ മൊത്തത്തിൽ കേട്ടിട്ട് നിങ്ങൾ കുറിച്ച് വെച്ചോ. ഇതിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ കുറിച്ച് വെച്ചോ, ഓഡിയൻസ് പറഞ്ഞു കഴിയട്ടെ. If there is a will, there is a way. അത് ഈ ന്യൂ ജനറേഷൻ ഉപയോഗിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ 12 മണിക്കൂർ ജോലി ചെയ്യുന്നു പറയുന്നു. ആ കമ്പനിക്കാർ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാമെന്ന് പറയും. ആ സമയത്ത് അവർ ഇത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് അവരുടെ പണിക്ക് പോകും. അപ്പോൾ ആ സമയം അവർക്ക് എന്തുകൊണ്ട് വിനിയോഗിച്ചുകൂടാ ഇതിനു വേണ്ടിയിട്ട്? ഓക്കെ. ഇനി വേറെ ആരെങ്കിലും സാർ പറയാം.
ഒന്ന് ഓണാക്കോ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യങ്ങളും കിട്ടിയവരാണ് നമ്മുടെ സീനിയേഴ്സ്. അവരെന്ന് പറയുമ്പോൾ പഴമയുടെ സൗന്ദര്യം എവിടെ നഷ്ടപ്പെട്ടോ അവിടെ നമ്മുടെ യുവതലമുറയുടെ സകലവും നഷ്ടപ്പെട്ടു. പഴമയുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് കുടുംബമുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, അയൽക്കാരുണ്ട്, സൗഹൃദങ്ങളുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കാം. ഇന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു. പണ്ട് നമ്മുടെ ഇപ്പോൾ പറയുന്നത് ഒരാൾ വന്നാൽ മോൻ മുറിക്കകത്ത് കയറി അല്ലെങ്കിൽ വീടിനകത്തിരുന്ന് ഫോൺ ചെയ്യുന്നു എന്നല്ല, അവൻ വന്ന് ഒതുങ്ങിക്കൂടുന്നത് അവൻ്റെ മുറിയിലേക്കാണ്. അപ്പോൾ മുറിയിലേക്ക് ഒതുങ്ങി നമ്മുടെ യുവതലമുറ അങ്ങനെ നശിച്ചു പോകുമ്പോൾ നമ്മളീ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കൂടെ അവർ പോകുമ്പോൾ അവർ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ മറന്നു പോകുന്ന സഹോദര ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, ഒപ്പം അവസരെ നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ഒരു സമൂഹം അതില്ലാത്തിടത്തോളം അവരിങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അവരെവിടെ നശിച്ചു അല്ലെങ്കിൽ അവരെവിടെ ഒറ്റപ്പെട്ടു, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ ഈ സമൂഹം ആക്കി തീർത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള അന്തഛിദ്രമാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടി നിർത്തി കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ ചോദിക്കാറില്ല. കുഞ്ഞുങ്ങളെ വീഴ്ച വന്നാൽ അത് വീഴ്ചയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോടൊപ്പം ചേർത്ത് നിർത്ത്, ഇതൊരു വീഴ്ചയല്ല, ഇത് ഒരു മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ന് നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാകുന്നു, അന്ന് മാത്രമേ ഈ രണ്ട് തലത്തിൽ സംസാരിച്ചു. സീനിയേഴ്സിന്റെയും ജൂനിയേഴ്സിന്റെ ഭാഗത്ത് സംസാരിച്ചു. ഞാൻ സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രമേ. ശരി, നല്ലത് പറയൂ. ഒരു 45 വയസ്സ് താഴെയുള്ള ആരെങ്കിലും എഴുതേക്കണേ, ഇവരൊന്ന് സഹായിക്കണം. നിങ്ങളിങ്ങനെ കുമ്പിട്ടിരിക്കരുത് പ്ലീസ്. സീനിയേഴ്സ് മാത്രം സംസാരിക്കാതെ പറയൂ. ഹലോ, നമ്മളിപ്പോൾ ഇവിടെ ഒരു സത്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പം നടക്കുന്നത്. യുവജനങ്ങൾ എന്നുള്ളതും സത്യമാണ്, പ്രായമായവർ എന്നുള്ളതും സത്യമാണ്. ഈ സത്യത്തിൽ നമ്മൾ എന്താണ് തിരിച്ചറിയേണ്ടത്? വിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് അറിയാത്തതിൻ്റെ പ്രശ്നമാണിതുള്ളത്. ഒരു കാര്യം, എൻ്റെ വേദനയാണ് പ്രായമുള്ളവരുടെ വേദനയെന്നും പ്രായമുള്ളവരുടെ വേദനയാണ് യുവജനയുടെ വേദനയും എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ ഇതുണ്ടാവും. വിവേചനം ഇത് കോമണായ ഒരു ഫാക്റ്റ് ഒന്നുമല്ല. ഈ തിരിച്ചറിവില്ലാത്തടത്തെല്ലാം ഇത് നാളെയും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ചറിവ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? അന്യൻ്റെ ദുഃഖമാണ് എൻ്റെ ദുഃഖം എന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യന് ഇല്ലാത്ത കാലത്തോളം ലോക അവസാനം വരെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ല, നമ്മുടെ വിഷയം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ. അതെ, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് ഞാൻ പറയുന്നത് ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നത്. എന്തിനാണ് ശാസ്ത്രം? ഈ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സീനിയേഴ്സിലും ഉണ്ട്, ജൂനിയേഴ്സിലും ഉണ്ട്. അപ്പം ഒന്നുകൂടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ ശാസ്ത്രീയ വശങ്ങളും ഉൾക്കൊള്ളാൻ മുതിർന്നവരും ആ ശാസ്ത്രീയ വശങ്ങൾ സംഭാവന ചെയ്യുവാൻ യുവതലമുറയ്ക്കും കഴിയണം. ഈ പരസ്പരമുള്ള ബന്ധമാണ് ഇതിനെ പരിഹരിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. നല്ല ചിന്ത. വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, തരാം. ഒരു 45 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ എനിക്കൊരു സന്തോഷമായിരുന്നു. ഞാനും ആ കാറ്റഗറിയിൽ പെട്ട ആളാണ്. പക്ഷെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് അവരാണല്ലോ. അവരുടെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് അങ്ങനെ അടച്ചാക്ഷരിക്കരുത്. ഇല്ല, പറ. അല്ല, എൻ്റെ മകളുടെ പ്രായമാണ്. മോള് പറഞ്ഞു മാതാപിതാക്കളാണ് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്, അവരെന്തുകൊണ്ട് പറയുന്നില്ല ഫോൺ ഉപയോഗിക്കരുത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തത് ഇപ്പം ഈ പറഞ്ഞ ശാസ്ത്രമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുഞ്ഞു കുട്ടികൾ വരെ ഫോൺ ഉപയോഗിക്കണമെന്ന് കോവിഡ് സമയത്ത് പറഞ്ഞത് ശാസ്ത്രമാണ്. അത് അമ്മമാരല്ല പറഞ്ഞത്. ഈ അമ്മമാര് ശാസ്ത്രമല്ല, ആ ശാസ്ത്രം ഉപയോഗിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്തല്ല ഫോൺ കണ്ടുപിടിച്ചത്. അല്ല, അങ്ങനെ അല്ല, കൂടുതലും കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് വന്നത് ഇപ്പം ഒരുമിച്ച്. അമിത ചോദിച്ചതല്ല. അമിത ചോദിച്ച ചോദ്യത്തിൽ വലിയൊരു ഉത്തരവുണ്ട്. എനിക്കും കൂടെ ഒരു കുത്താണ്. അതായത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഫോൺ കാണിക്കാതെ അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കാത്ത എന്താണെന്നാണ് ചോദിച്ചത്. ഫോൺ മാറ്റി വെക്കണം പറഞ്ഞത്. അല്ല, അതിന് ഉത്തരം പറയാം. ഒരമ്മമാരും ഒരിക്കലും മക്കളുടെ അടുത്ത് ഫോൺ കാണണമെന്ന് പറയില്ല, കാണല്ലേ എന്നാ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ല എന്നാണ് വാദം. ആ വാദം ഒരു പരിധി വരെ ശരിയാണ്. ഞാൻ അടക്കം
അതായത് കൊച്ചു അല്പസമയം ഇരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വെച്ച് കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ശരിയല്ലേ? ശരിയല്ലേ? അതാണ് അമിത പറഞ്ഞത്. രണ്ടാമത് അമിത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അത് ഇവരോട് കൂടെ യോജിക്കുന്നുണ്ട്. ചില അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജോലി കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഫോൺ വെച്ച് കൊടുക്കാറുണ്ട്. രണ്ടും ഞാൻ പറയാണ്. എന്നാലും ഒരിക്കലും ഒരു മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ ഫോൺ കണ്ട് വഷളാവണമെന്ന് ഒരിക്കലും തീരുമാനിക്കത്തുമില്ല, അത് പറയത്തുമില്ല. അത്ര മാത്രമേ പറഞ്ഞു. ഇത് കഴിയും. ലാസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ ടോപ്പിക് ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ടോപ്പിക് ഉണ്ട്. നമുക്ക് ഈ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. പറയൂ. അച്ഛാ, അതെ, പിന്നെ പണ്ടുള്ള തലമുറയിലെന്ന് പറഞ്ഞാൽ അവർക്ക് ഫോൺ ഇല്ലായിരുന്നു, അവർക്ക് സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ള എല്ലാ ഓൾഡ് ജനറേഷനും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ന്യൂജൻ പോലെയാണ് ഓൾഡ് ജനറേഷനും ഇപ്പം ജീവിക്കുന്നത്. ഇപ്പൊ ആർക്കും വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്ത ആരും ഇല്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് സാഹചര്യം ഇല്ലായിരുന്നു, ഇന്ന് സാഹചര്യം വന്നുകൊണ്ട് എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടി മുതൽ വലിയ പ്രായമായവർ വരെ ഫോൺ യൂസ് ചെയ്യും. പക്ഷെ ആ സാഹചര്യം അപ്പനമ്മമാരെ കരുതുന്ന കാര്യത്തിൽ മക്കൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അത് നമ്മളിപ്പോ ഓരോ വർഷമാകുമ്പോഴും ഇത് ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുക. HBD എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് അതിന്റെ ഇത്. അപ്പൊ അത് നമ്മളിപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും ടൈപ്പ് ചെയ്യാൻ പോകത്തില്ല. അപ്പൊ നമ്മൾ ജനറേഷൻ മാറുന്നതനുസരിച്ച് അത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ശരിയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് കേട്ടോ. ഓക്കെ, പറയൂ. നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പം ഈ പറയുന്നുണ്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ HBD എന്ന് മാത്രമേ അയക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടുന്നുണ്ട്. എത്രയോ മക്കളുടെ ബർത്ത്ഡേ പോലും അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അത് മിക്കവാറും ഫേസ്ബുക്കിൽ അവരുടെ അക്കൗണ്ടിലോട്ട് വരുമ്പോഴായില്ല നിങ്ങളുടെ മകളുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള ഒരു മെസ്സേജ് ചെല്ലുമ്പോഴാണ് അവർ തന്നെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ നമ്മുടെ ഒരു കസിൻ ഇടുമ്പോഴായിരിക്കും അവരറിയുന്നത്. എന്തുകൊണ്ട് അത് നിങ്ങൾ അറിയുന്നില്ല? ഇത്രയും നാള് വളർത്തിയ ഒരു മക്കളല്ലേ, അവരുടെ ഒരു ഡേറ്റ്, അവരുടെ ഒരു ബർത്ത്ഡേ അറിയുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ കൂടുതൽ സംസാരിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ 2 ദിവസം ഇരുന്നാലും എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ഉച്ചത്തെ ഭക്ഷണം മാത്രമേ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഭയങ്കര ഭംഗിയായിരിക്കുന്ന ആരോഗ്യപരമായിരിക്കുന്ന ചർച്ചയാണ് ഇവിടെ നടന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് പറയുന്നതാണ്. ഈ നടന്ന ഈ ചർച്ചയിൽ നിന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നാണ്. നമുക്ക് സാധ്യതകൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ കയ്യിൽ ശാസ്ത്രലോകം ഒത്തിരി വളർന്നിട്ടുണ്ട്. വിരൽത്തുമ്പിൽ എന്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഫ്രീഡം ഉള്ളപ്പോൾ അതെങ്ങനെ ഉത്തരവാദിത്തപരമായി ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവരുടെ കൺസേൺ വലുതാണ്. നമ്മളെപ്പോഴും ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കുമ്പിട്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള അപ്പനെയും അമ്മയും ഫേസ് ടു ഫേസ് കാണാനുള്ള ഒരവസരം കൂടെ നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ തന്നെ ഇവർ പറയുന്നൊരു കാര്യം, ഞങ്ങളാരും വെറുതെ ഇരിക്കുന്നവരല്ല. ഈ ശാസ്ത്രലോകത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ മക്കൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർ രാത്രിയെ പകലാക്കി ജോലി ചെയ്യുന്നവരാണ് ഇവർ. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെ കുറച്ചും കൂടെ ഏണിങ്സ് കൂടുതലാണ്. അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്കാൻ അപ്പനും അമ്മയും പറയാതെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് അവരുടെ സമയക്കുറവുകൾ അവർക്ക് അല്പം ഒരു മീ ടൈം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എനിക്ക് എൻ്റെതായൊരു സമയമില്ലേ കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ. ഇപ്പം അദ്ദേഹം പറഞ്ഞില്ല, അരമണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം. അരമണിക്കൂർ ഗ്യാപ്പിൽ അവനൊരു ചായ കുടിക്കാൻ ആഗ്രഹമുണ്ട്, അവന് കുറച്ച് നേരം അവൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഇരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൽ അപ്പനും അമ്മയും വിളിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ ഉത്തരം ഭംഗിയായി നമുക്ക് അവസാനിപ്പിക്കാം. ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. എന്തിനും സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഉത്തരവാദിത്വപരമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ബോധം ഈ പറയുന്ന തലമുറകൾക്കുമുണ്ട്, ഇന്നത്തെ തലമുറകൾക്കുമുണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുകയാണ്.